ഹലോ ഗൈസ് ആൻഡ് വെൽക്കം ബാക്ക് ടു ബെസ്റ്റ് കാപ്പിക്സ്. പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പോൾ തൊട്ട് കുറേ കമൻറ്റ്സ് എനിക്ക് വരുന്നതാണ് നെക്സോൺ എടുക്കണോ സോണറ്റ് എടുക്കണോ എന്ന് പറഞ്ഞ്. ഞാൻ ആക്ച്വലി ഇതിൻ്റെ ജസ്റ്റ് സ്പെക്സ് മാത്രം വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ ഈ വണ്ടി ഇവർ റിവീൽ ചെയ്ത സമയത്ത് ചെയ്തിട്ടുണ്ടായിരുന്നു നെക്സോൺ വെച്ച്. അപ്പോൾ നിങ്ങൾക്ക് ഫീച്ചേഴ്സും അങ്ങനത്തെ ഡയമെൻഷൻസും കാര്യങ്ങളൊക്കെയാണ് അറിയേണ്ടതെങ്കിൽ ആ വീഡിയോ കണ്ടാൽ മതി. പിന്നെ ഡയമെൻഷൻസിലൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. ഈ 10 മില്ലിമീറ്റർ 15 മില്ലിമീറ്റർ അങ്ങനത്തെ ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുള്ളൂ. ബേസിക്കലി രണ്ട് വണ്ടികളും സബ് 4 മീറ്റർ കോമ്പാക്ട് SUVs ആണല്ലോ. അതുകൊണ്ട് ജസ്റ്റ് 4 മീറ്ററിന് താഴെയാണ് ഈ രണ്ട് വണ്ടികളും ലെങ്ത് ഇരിക്കുന്നത്. ഇനി ഇതിൽ ഏറ്റവും കോമൺ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ, ഇതിൽ രണ്ടിൽ എന്തെടുക്കണം, ഇതിൽ ഏതെടുക്കുന്നതാണ് നല്ലത്? എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ചിരിക്കും. പക്ഷേ എന്നാൽ നിങ്ങളിപ്പം നല്ല ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള അത്യാവശ്യം നല്ലൊരു കോമ്പാക്ട് SUV നോക്കിയപ്പം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിൽ CSUV റേഞ്ചിലേക്ക് ഇറങ്ങുകയാണെങ്കിൽ അവിടെ ഏറ്റവും കൂടുതൽ ഫീച്ചേഴ്സ് ഉള്ള രണ്ട് വണ്ടികളാണ് ഇപ്പോൾ സോണറ്റും അതുപോലെ നെക്സോണും. നെക്സോണിൻ്റെ പണ്ട് അത്രയ്ക്ക് ഇല്ലായിരുന്നെങ്കിൽ പോലും ഇപ്പോൾ ഫേസ് ലിഫ്റ്റ് വന്നതിന് ശേഷം ഇഷ്ടം പോലെ ഫീച്ചേഴ്സാണ് നെക്സോണിൽ നമ്മുടെ ടാറ്റ ലോഡ് ചെയ്ത് വെച്ചിരിക്കുന്നത്. പുതിയ സോണറ്റ് ഫേസ് ലിഫ്റ്റ് ഇറങ്ങിയപ്പം KM ഒട്ടും പുറകിലല്ല, ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് സോണറ്റിലും കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണെന്ന് ഞാൻ ജസ്റ്റ് റിക്വയർമെൻറ്റ്സ് മാത്രം പറഞ്ഞുതരാം. നമ്മളിപ്പോൾ സോണറ്റിൻ്റെ കേസ് എടുക്കുകയാണെങ്കിൽ സോണറ്റ് നിങ്ങൾ എടുക്കേണ്ടത്, ഒന്നാമത്തെ റീസൺ, നിങ്ങൾ ഡീസൽ വണ്ടിയാണ് നോക്കുന്നതെങ്കിൽ ടാറ്റയുടെ ഡീസൽ മാനുവൽ വലിയ കുഴപ്പമില്ല. പക്ഷേ എന്നാൽ ഡീസൽ ഓട്ടോമാറ്റിക്കിലേക്ക് വരുമ്പോഴേക്കും നെക്സോണിൽ നമുക്ക് AMT ഓട്ടോമാറ്റിക്കാണ് കിട്ടുന്നത്. അത് വളരെ മോശമാണ്. അതുകൊണ്ട് തന്നെ ഈ സോണറ്റ് എടുത്തു കഴിഞ്ഞാൽ 6 സ്പീഡ് ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കാണ്. അതൊരു പ്രോപ്പർ നല്ല ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ്. മാത്രമല്ല ഇവരുടെ ഈ എഞ്ചിൻ വെച്ച് അത്യാവശ്യം സ്മൂത്ത് ആയിട്ടുള്ള ഷിഫ്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടും. അതുകൊണ്ട് ഡീസൽ വണ്ടി എടുക്കുകയാണെങ്കിൽ തീർച്ചയായും സോണറ്റിൻ്റെ ടോപ്പ് എൻഡോ അല്ലെങ്കിൽ മിഡിൽ വേരിയൻ്റ് എന്തെങ്കിലും എടുത്താൽ മതി. ഡീസൽ ഓട്ടോമാറ്റിക്കാണ് നോക്കുന്നതെങ്കിലുള്ള കാര്യമാണ് പറഞ്ഞത്. ഡീസൽ മാനുവൽ കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ജസ്റ്റ് പവർ ട്രെയിൻ ആണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇനി അതല്ല, നിങ്ങൾ 1 ലിറ്റർ ടർബോ പെട്രോൾ ആണ് നോക്കുന്നതെങ്കിൽ അവിടെയും നിങ്ങൾക്ക് വേണമെങ്കിൽ സോണറ്റ് എടുക്കാം. ജസ്റ്റ് എഞ്ചിൻ്റെ പവർ വെച്ച് മാത്രം നോക്കുകയാണെങ്കിൽ നെക്സോണിൽ ഇപ്പോഴും ഒരു 1.2 MPFI പെട്രോൾ എഞ്ചിനാണ് കൊടുക്കുന്നത്. ടർബോ ആണെങ്കിലും, അതായത് മൾട്ടി പോയിന്റ് ഫ്യൂൽ ഇഞ്ചക്ഷൻ ആണ്. നമുക്ക് സോണറ്റിലേക്ക് വരുമ്പോഴേക്കും 1 ലിറ്റർ ടർബോ ഗാസോലിൻ ഡയറക്ട് ഇഞ്ചക്ഷൻ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അതായത് ഇത് TGDI ആണ്, മറ്റത് MPFI ആണ്. MPFI ഒരു പഴയ ടെക്നോളജിയാണ്. TGDI ആണ് ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് വണ്ടികളൊക്കെ വരുന്ന ഏറ്റവും നല്ല ടെക്നോളജി. ഓക്കെ, അതായത് നമുക്ക് അത്യാവശ്യം മൈലേജും കിട്ടും. പവറിൻ്റെ കാര്യത്തിൽ വലിയ ഡ്രോപ്പും വരില്ല. ടർബോയുടെ റേഞ്ചിലേക്ക് കയറി കഴിഞ്ഞാൽ മറ്റേ വണ്ടിക്ക് കുറച്ച് ഫ്ലാറ്റ് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവും. പക്ഷേ ഇതിനങ്ങനെ ഉണ്ടാവില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് മാക്സിമം പവർ കിട്ടണമെങ്കിലും ഈ വണ്ടി എടുക്കുന്നതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല. ഇനി വേറൊരു കാര്യം വരുന്നത്, നിങ്ങളിപ്പോൾ ബേസിക് വേരിയൻസ് ഒക്കെയാണ് നോക്കുന്നതെങ്കിൽ അവിടെ ഞാൻ പറയും നിങ്ങൾ സോണറ്റിനേക്കാൾ നല്ലത് നെക്സോൺ എടുക്കുന്നതാണെന്ന്. കാരണം സോണറ്റിൻ്റെ ബേസ് 3 വേരിയൻസ് ഉണ്ട്: HTE, HTK, HTK+. ഇതിന് പ്രശ്നം ഉണ്ടായിട്ടല്ല. പക്ഷേ ഇതിനകത്ത് വരുന്ന എഞ്ചിൻ ഓപ്ഷൻസ് ഈ 3 വേരിയൻസിലും വളരെ ആവറേജ് ആണ്. 1.2 ലിറ്റർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിനാണ് ഇതിനകത്ത് നമുക്ക് കിട്ടുന്നത്. സംഭവം അത്യാവശ്യം റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനൊക്കെ ആയിരിക്കും. ഇത് നമ്മുടെ ഗ്രാൻഡ് i10 നിയോസ് അതുപോലെ i20 ഇതിൻ്റെയൊക്കെ ബേസിക് വേരിയൻസിലൊക്കെ വരുന്ന എഞ്ചിനാണ്. i10 നിയോസിൽ ഈ എഞ്ചിൻ മാത്രമേ ഉള്ളൂ. i20യിൽ പിന്നെ ടോപ്പ് എൻഡിലേക്ക് വരുമ്പോഴേക്കും നമുക്ക് അറ്റ്ലീസ്റ്റ് അവർ ടർബോഡ് ഓപ്ഷനൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിപ്പോൾ എൻലൈന് മാത്രമേ ഉള്ളൂ. ഇപ്പം i20യിലും ബേസിക്കലി 1.2 എഞ്ചിനാണ് നോർമലി അവർ കൊടുക്കുന്നത്. എനിവേ അത് പോട്ടെ, ഞാൻ പറഞ്ഞു വന്ന ബേസിക് വേരിയൻസിലേക്ക് വരുമ്പം നെക്സോണിൽ അവർ നാച്ചുറലി ആസ്പിറേറ്റഡ് പെട്രോൾ എഞ്ചിൻ ഒന്നും കൊടുത്തിട്ടില്ല. ആകെ ടർബോഡ് ഓപ്ഷൻ മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ ഇതിൻ്റെ 1.2 NA പെട്രോളും നെക്സോണിൽ വരുന്ന 1.2 ടർബോ പെട്രോളും തമ്മിൽ കമ്പയർ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായും നെക്സോണിൻ്റെ 1.2 ടർബോ പെട്രോൾ ആയിരിക്കും അവിടെ കുറച്ചും കൂടെ പവറിൻ്റെ കാര്യത്തിൽ ബെറ്റർ ആയിട്ട് നിൽക്കുന്നത്. ഇനിയിപ്പോൾ അതല്ല, നിങ്ങൾക്ക് പിന്നെയും കുറച്ചും കൂടെ മൈലേജ് ആണ് വേണ്ടതെങ്കിൽ 1.2 NA പെട്രോൾ കമ്പാരിറ്റീവ്ലി ഒരു ഇത്തിരി കൂടെ മൈലേജ് ചിലപ്പോൾ നിങ്ങൾക്ക് തരുമായിരിക്കും. ഭയങ്കരമായ മൈലേജ് ഒന്നും ഇതിന്ന് പ്രതീക്ഷിക്കരുത്. 13-14 തന്നെ ഇതിലും കിട്ടുള്ളൂ. നെക്സോണിൽ പിന്നെ സിറ്റിക്കകത്തോടൊക്കെ ഓടിക്കുകയാണെങ്കിൽ 10-11 ആ റേഞ്ചിലേക്കൊക്കെ പോകും. അതാണൊരു വിഷയമുള്ളത്. പക്ഷേ പവറിൻ്റെ കാര്യത്തിൽ ഈ വണ്ടി വളരെ ആവറേജ് ആയിരിക്കും. 4 സിലിണ്ടർ നാച്ചുറലി ആസ്പിറേറ്റഡ് എഞ്ചിൻ ആയതുകൊണ്ടും ഈ വണ്ടിക്ക് അത്യാവശ്യം ബോഡി വെയിറ്റ് ഉള്ളതുകൊണ്ടൊക്കെ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇപ്പോൾ HTK+ ഒക്കെ നോക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് അവിടെ 1 ലിറ്റർ ടർബോയുടെ ഓപ്ഷൻ കിട്ടും. അത് IMTയിലാണ് വരുന്നതെന്നേ ഉള്ളൂ. ഡീസൽ വേണമെങ്കിൽ അത്യാവശ്യം വളരെ എക്സ്പെൻസീവ് ആണ്. അത് ഏകദേശം ബേസ് മോഡൽ HTE തന്നെ ഏകദേശം 10 ലക്ഷം രൂപയുടെ അടുത്ത് ഷോറൂം പ്രൈസ് ഉണ്ട്. പിന്നെ ബേസ് മോഡലാണ് 10 ലക്ഷം രൂപയ്ക്ക് കിട്ടുന്നത്. അതുകൊണ്ട് അതിൻ്റെ അകത്ത് ഫീച്ചേഴ്സിൻ്റെ പേരിൽ പ്രത്യേകിച്ചൊന്നും ഉണ്ടാവില്ല. സോ അതൊക്കെ നിങ്ങൾ നോക്കി കണ്ടൊക്കെ ചെയ്താൽ മതി. നിങ്ങളുടെ റിക്വയർമെൻറ്റ്സ് അനുസരിച്ച് വണ്ടി എടുക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് നമുക്കിതിൽ വലിയ സംഭവമൊന്നും ചെയ്യാനൊന്നുമില്ല. പിന്നെ സോണറ്റ് എടുക്കാൻ വേണമെങ്കിൽ കിയയുടെ സർവീസ് നെറ്റ്വർക്ക് പറയാം. സർവീസ് എക്സ്പീരിയൻസ് ഞാൻ കേട്ടിട്ടുള്ളത് വെച്ച് അങ്ങനെ വളരെ മോശം എക്സ്പീരിയൻസ് ഉള്ള ആരും വന്നിട്ടില്ല. ചിലപ്പോൾ ചെറിയ കുറച്ച് മിസ്റ്റേക്സ് ഒക്കെ അവിടെ ഇവിടെയൊക്കെ വരുമായിരിക്കും. പക്ഷേ എന്നാൽ നമ്മൾ പറയുന്നവർ കേൾക്കും. മാത്രമല്ല അത്യാവശ്യം കാര്യങ്ങളൊക്കെ അവർ ഇമ്പ്രൂവ് ചെയ്യുകയും ചെയ്യും. അതായത് സർവീസ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ വലിയ പ്രശ്നം ഉണ്ടാവാനുള്ള സാധ്യതയില്ല. പിന്നെ നിങ്ങളുടെ അടുത്ത് സർവീസ് അല്ലെങ്കിൽ അവരുടെ ഡീലർഷിപ്പ് ഒക്കെ ഉണ്ടോ, സർവീസിൻ്റെ അവൈലബിലിറ്റി ഉണ്ടോ എന്നൊക്കെ നിങ്ങൾ നോക്കുക. ഒരുപാട് ദൂരെയാണോ അല്ലേ എന്നൊക്കെ ഉറപ്പ് വരുത്തിയാൽ മതി. വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ ലുക്കിൻ്റെ കാര്യത്തിൽ അതിപ്പോൾ പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ളൊരു ലുക്കുള്ള വണ്ടി വേണമെങ്കിൽ നമുക്ക് സോണറ്റോ നെക്സോണോ ഏതാണെന്ന് വെച്ചാൽ എടുക്കാം. നിങ്ങൾക്ക് ഏതാ കാണാൻ ഇഷ്ടം അത് നിങ്ങൾക്ക് എടുക്കാം. ഇനി ബാക്കി
ബാക്കി നെക്സോണിലേക്ക് വരികയാണെങ്കിൽ ഈ വണ്ടി എടുക്കാനുള്ള പോയിൻറ്റ്സ് ഞാൻ മറ്റേതിൻ്റെ അവിടെ എഞ്ചിൻ്റെ കേസ് പറഞ്ഞല്ലോ 7.99 lakhs ആണ് നമ്മുടെ സോണറ്റിൻ്റെ 1.2 പെട്രോൾ എഞ്ചിൻ വെച്ച് വരുന്നതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ്. പക്ഷേ നെക്സോണിൻ്റെ ഏറ്റവും ബേസിക് മോഡലായ അതിൻ്റെ സ്മാർട്ട് എന്ന് പറഞ്ഞ വേരിയൻ്റാണ്, അതിൻ്റെ എക്സ്ഷോറൂം പ്രൈസ് ജസ്റ്റ് 8.1 lakhs ആണ്. അതായത് 10,000 രൂപയുടെ വ്യത്യാസമുള്ളൂ. നിങ്ങൾക്ക് അതിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളൊരു വാഹനം അറ്റ്ലീസ്റ്റ് എഞ്ചിൻ്റെ കാര്യത്തിലെങ്കിലും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഓവറോൾ കംഫർട്ടിൻ്റെ കാര്യത്തിൽ എടുക്കുകയാണെങ്കിൽ നെക്സോൺ സോണറ്റിനേക്കാൾ കുറച്ചുകൂടെ മുമ്പിലാണ് നിൽക്കുന്നത്. കാരണം സസ്പെൻഷൻ കുറച്ചും കൂടെ സോഫ്റ്റ് ആണ്. സോണറ്റിൻ്റെ അത്യാവശ്യം സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ ഡാമ്പേഴ്സ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ലോ സ്പീഡ് റൈഡിൻ്റെ കാര്യത്തിൽ ആ വണ്ടി അങ്ങനെ ഭയങ്കര കംപ്ലൈൻ്റ് ഒന്നും ആയിരിക്കില്ല. ചെറിയൊരു എന്താ പറയുന്നത്, ഇപ്പോൾ റോഡ് അത്ര അൺഈവനൊക്കെ ആണെങ്കിൽ ചെറിയൊരു ചാട്ടം ഉണ്ടാകും. ഈ പണ്ടത്തെ ലാഡർ വണ്ടികൾ ചാടുന്ന പോലെ ചാടുന്നല്ല, പക്ഷേ നമുക്ക് ഭയങ്കര സെറ്റിൽഡ് ആയിട്ട് തോന്നുന്നില്ല. കുറച്ച് ഒരു എന്താ പറയുന്ന ഒരു ബൗൺസി ഫീൽ വരും, അത്രേ ഉള്ളൂ. വളരെ മോശമാണെന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്, നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ കാര്യമാണ്. പക്ഷേ നെക്സോണിൽ അങ്ങനത്തെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല. സസ്പെൻഷൻ അത്യാവശ്യം സോഫ്റ്റ് ആയതുകൊണ്ട് ലോ സ്പീഡ് റൈഡൊക്കെ അത്യാവശ്യം നല്ലതാണ്. മാത്രമല്ല ഹൈ സ്പീഡിലേക്ക് പോകുമ്പോഴാണെങ്കിലും ഹൈ സ്പീഡ് സ്റ്റെബിലിറ്റി ഒക്കെ രണ്ട് വണ്ടികളുടെ അത്യാവശ്യം ഡീസൻ്റ് ആണ്. രണ്ട് വണ്ടികളും സ്പോർട്ടി ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സോ അല്ലെങ്കിൽ ഓടിക്കാനായിട്ട് നമ്മൾ മാക്സിമം കോർണേഴ്സിലൊക്കെ എടുത്തിട്ട് പുഷ് ചെയ്യാൻ പറ്റിയ വണ്ടികളൊന്നും അല്ല. അതൊക്കെ നിങ്ങൾ ചെയ്യുകയാണെങ്കിൽ രണ്ട് വണ്ടികളും ആവശ്യത്തിന് ബോഡി റോളും അതുപോലെ അണ്ടർസ്റ്റിയറും കാര്യങ്ങളൊക്കെ തന്നെ വരും. നെക്സോണിൻ്റെ പിന്നൊരു അഡ്വാൻറ്റേജ് ഉള്ളത് സ്പേസ് ആണ്. പ്രത്യേകിച്ച് ബാക്കിലത്തെ ഫ്രണ്ടിലത്തെ സീറ്റ്സിൻ്റെ ഒക്കെ തൈ സപ്പോർട്ട്. സോണറ്റിൻ്റെ ഫ്രണ്ടിലത്തെ സീറ്റ്സ് കുഴപ്പമില്ല, ബാക്കിലത്തെ സീറ്റിൽ സ്പേസ് ആണെങ്കിലും തൈ സപ്പോർട്ട് ആണെങ്കിലും നെക്സോൺ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കുറവാണ്. അത് അവർ പുതിയ ഫേസ് ലിഫ്റ്റിൽ കുറച്ചുകൂടി ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. സ്കൂപ്ഡ് ഔട്ട് സീറ്റ്സ് ആക്കിയിട്ടുണ്ട് നമ്മുടെ ഫ്രണ്ടിലത്തെ സീറ്റ്സ്. അതുകൊണ്ട് ബാക്കിൽ കുറച്ചുകൂടെ ലെഗ് റൂം കിട്ടും. പണ്ടത് സ്കൂപ്ഡ് ഒന്നും ആയിരുന്നില്ല, ജസ്റ്റ് വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള സീറ്റ്സ് ആയിരുന്നു. പക്ഷേ എന്നാലും കമ്പാരിറ്റീവ്ലി നമുക്ക് സ്പേസ് കൂടുതൽ കിട്ടുന്നത് നെക്സോണിൽ തന്നെ ആയിരിക്കും. ഇനി ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലൊന്നും ഞാൻ അങ്ങനെ പ്രത്യേകിച്ച് കമ്പയർ ഒന്നും ചെയ്യാൻ പോകുന്നില്ല. കാരണം രണ്ട് വണ്ടികളും ഇഷ്ടം പോലെ ഫീച്ചേഴ്സ് ഉണ്ട്. നിങ്ങൾക്ക് എന്താണോ വേണ്ടത് അതൊക്കെ രണ്ട് വണ്ടികളും കിട്ടും. ആവശ്യത്തിനും അനാവശ്യത്തിനും ഫീച്ചേഴ്സ് ഉണ്ടെന്ന് പറയാം. പിന്നെ ചെറിയ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉണ്ടാവും. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നെക്സോണിൽ അഡ്വാൻസ് ഡ്രൈവർ അസിസ്റ്റൻസ് സിസ്റ്റത്തിൻ്റെ ലെവൽ 1 വരുന്ന ഫീച്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല. അതുപോലെ 4-way ഇലക്ട്രിക്കൽ അഡ്ജസ്റ്റബിൾ സീറ്റ്സ് ഒന്നും ഉണ്ടാവില്ല. പക്ഷേ ഒക്കെ നമുക്ക് സോണറ്റിലില്ലാത്ത കുറച്ച് സാധനങ്ങൾ നെക്സോണിലുണ്ട്. ഇപ്പം വെൽക്കം ഫംഗ്ഷനൊക്കെയുള്ള നമ്മുടെ ലൈറ്റ്സ് അതൊന്നും സോണറ്റിലില്ല. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളൊക്കെ നെക്സോണിന് സ്പെസിഫിക് ആയിട്ട് നിൽക്കുന്നുണ്ട്. ബേസ് മോഡലിൻ്റെ പ്രൈസ് ഞാൻ കമ്പയർ ചെയ്ത് പറഞ്ഞായിരുന്നു, നിങ്ങൾക്കറിയാം 10,000 രൂപയുടെ വ്യത്യാസം. ടോപ്പ് എൻഡിലേക്ക് വരികയാണെങ്കിൽ സർപ്രൈസിംഗ്ലി രണ്ട് വണ്ടികളുടെയും ഏറ്റവും ടോപ്പ് എൻഡ് പെട്രോൾ ഓട്ടോമാറ്റിക് ഫുൾ ഓപ്ഷൻ, അതായത് DCT ആണ് രണ്ട് വണ്ടികളിൽ ഇപ്പോൾ വരുന്നത്. അതിൻ്റെ പ്രൈസ് സെയിം ആണ്. 14.69 lakhs ആണ് രണ്ട് വണ്ടികളുടെയും എക്സ്ഷോറൂം പ്രൈസ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഏത് വണ്ടിയാണ് ഇഷ്ടം എന്ന് വെച്ചാൽ എടുക്കാം. പിന്നെ എൻ്റെ ഒരു സജഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പോൾ ഈ ഒരു റേഞ്ചിലേക്കൊക്കെ കയറുകയാണ്, അതുപോലെ ഇപ്പം സോണറ്റിൻ്റെ നെക്സോണിൻ്റെ ഒക്കെ ഡീസൽ ഓട്ടോമാറ്റിക് എടുക്കുകയാണെങ്കിൽ അവിടെ നെക്സോൺ 20,000 രൂപ ചീപ്പറാണ്. അതായത് സോണറ്റിൽ നമുക്ക് 6 speed ടോക്ക് കൺവെർട്ടർ ഓട്ടോമാറ്റിക്കും നെക്സോണിൽ MT ആണല്ലോ കിട്ടുന്നത്. അപ്പോൾ 20,000 രൂപ നിങ്ങൾ സോണറ്റിൽ കൂടുതൽ കൊടുത്ത് 15.7 lakhs അവിടെ സ്പെൻഡ് ചെയ്താലും വലിയ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞു വന്ന് നിങ്ങൾ ഇത്രയൊക്കെ എമൗണ്ട് സ്പെൻഡ് ചെയ്യാൻ റെഡി ആണെങ്കിൽ വേണമെങ്കിൽ ഒരു എബവ് 4 meter കോമ്പാക്ട് SUV അതായത് സെൽട്ടോസിൽ തന്നെ വേണമെങ്കിൽ സ്പെൻഡ് ചെയ്യാവുന്നേ ഉള്ളൂ. അതിൻ്റെ STX 1.5 പെട്രോളൊക്കെ വേണമെങ്കിൽ കിട്ടും. NA പെട്രോൾ, ടർബോ കിട്ടില്ല. അതുപോലെ ഡീസലും കിട്ടണമെങ്കിൽ ഡീസലും കിട്ടും, HTK പ്ലസ് ഒക്കെ വേണമെങ്കിൽ കിട്ടും. ഈ ടോപ്പ് എൻഡ് കിട്ടില്ല എന്നുള്ളൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഫീച്ചേഴ്സ് നിങ്ങൾക്ക് അത്ര ഇമ്പോർട്ടൻ്റ് ആണെങ്കിൽ മാത്രം ഈ രണ്ട് വണ്ടികളുടെയൊക്കെ ടോപ്പ് എൻഡ് നോക്കിയാൽ മതി. അല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ലോവർ വേരിയൻസ് ഒക്കെ വന്നാൽ അത് നോക്കാവുന്നേ ഉള്ളൂ, അടുത്ത സെഗ്മെൻറ്റിൽ നിൽക്കുന്ന വണ്ടിയുടെ. പിന്നെ വേറൊരു കാര്യമുള്ളത്, ടാറ്റയുടെ സർവീസിനെ പറ്റി മിക്കവരും കംപ്ലൈൻറ്റ് പറയാറുള്ളതാണ്. അതിപ്പം എല്ലാവരും പറയും എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം എൻ്റെ ഒരു റിലേറ്റീവ് ഉണ്ട്, പുള്ളിയുടെ കയ്യിൽ ഒരു അൾട്രോസ് ഉണ്ട്. ഇതുവരെ സർവീസ് റിലേറ്റഡ് ആയിട്ട് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. ആ വണ്ടിക്കും പ്രത്യേകിച്ച് ഇഷ്യൂസ് ഒന്നും വന്നിട്ടില്ല. പക്ഷേ എന്നാൽ ചിലവരുടെ എക്സ്പീരിയൻസ് ചിലപ്പോൾ നേരെ തിരിച്ചായിരിക്കും. അങ്ങനെയൊക്കെ പ്രശ്നങ്ങളുണ്ടാവും. ഇനിയിപ്പം ഈ അടുത്ത് നമ്മുടെ നിപ്പോൺ ഗ്രൂപ്പ് ആക്ച്വലി ടാറ്റയുടെ സർവീസ് ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു. ലുക്സോൺ ടാറ്റ എന്ന് പറഞ്ഞാണ് അവരുടെ ഡീലർഷിപ്പുകൾ ഇപ്പോൾ വരുന്നത്. ഈവൻ എൻ്റെ വീടിൻ്റെ ഒരു 6-7 കിലോമീറ്റർ അപ്പുറത്ത് ഒരു പുതിയ ഡീലർഷിപ്പ് അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ പണി അത് ഈ അടുത്ത് ഇനോഗ്രേറ്റ് ചെയ്യുമെന്ന് തോന്നുന്നു. അപ്പം അതും കൂടെ വന്നു കഴിയുമ്പോഴേക്കും നിങ്ങളുടെ അടുത്ത് ലുക്സോൺ ടാറ്റ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോയി സർവീസ് ചെയ്യുമോ അല്ലെങ്കിൽ നമുക്ക് സെയിൽസിൻ്റെ പരിപാടിയൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിലും അതിലൊന്നും വലിയ ഇഷ്യൂസ് ഉണ്ടാവും എന്ന് തോന്നുന്നില്ല. പിന്നെ ചില ഡീലർഷിപ്പ്സൊക്കെ നല്ലതാണ്. നിങ്ങൾ അവിടെ വന്നിരിക്കുന്ന ആൾക്കാരുടെ അഭിപ്രായം നോക്കിയിട്ടൊക്കെ എടുത്താൽ മതി. ചില ഡീലർഷിപ്പുകൾ വളരെ മോശമായിരിക്കും. അതൊക്കെ നമ്മുടെ ഒരു എന്താ പറയുന്നത് അവസ്ഥ പോലെ ഇരിക്കും. നിങ്ങൾ ജസ്റ്റ് നോക്കുക. അതായത് അവിടെ ഏതെങ്കിലുമൊക്കെ കസ്റ്റമറൊക്കെ ഉണ്ടെങ്കിൽ, ഇപ്പോൾ സർവീസ് ചെയ്യാനൊക്കെ വന്നിരിക്കുന്ന ആരെങ്കിലുണ്ടെങ്കിൽ അവരോടും ചോദിക്കുക എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്, വണ്ടി എടുത്തിട്ട് എങ്ങനെയുണ്ട്, ഈ സർവീസ് സെൻറ്ററിൻ്റെ അഭിപ്രായ കാര്യങ്ങളൊക്കെ ചോദിക്കുകയാണെങ്കിലും നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ അത്രയൊന്നും ചെയ്യാൻ വയ്യെങ്കിൽ ജസ്റ്റ് ഗൂഗിൾ എടുത്ത് നോക്കിയാൽ മതി. അതിൻ്റെ അകത്ത് റിവ്യൂസ് നമുക്ക് കാണാം. അതായത് മാപ്സിൻ്റെ അകത്ത് ഓരോ ഏത് സ്ഥാപനത്തിൻ്റെ ആണെങ്കിലും അതിൻ്റെ താഴെ റിവ്യൂസ് ഉണ്ടാകും. അതൊക്കെ നോക്കിയാലും മതി. ഇതിപ്പം ഞാൻ ജസ്റ്റ് ഒരു ചെറിയ കമ്പാരിസൺ വീഡിയോ പോലെ ചെയ്തതാണ്. നിങ്ങൾക്ക് ഇനി ഒരു പ്രോപ്പർ കമ്പാരിസൺ, ഞാൻ ഇതിൻ്റെ അകത്ത് പറഞ്ഞ കാര്യങ്ങളൊന്നും അവിടെ ഉണ്ടാവില്ല. ജസ്റ്റ് സ്പെക്സ് വൈസ് മാത്രമുള്ള കമ്പാരിസണാണ് കാണുന്നതെങ്കിൽ ഞാൻ അതിൻ്റെ ലിങ്ക് ഇപ്പോൾ ഇവിടെ മുകളിൽ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് കാണാം. ഞാനത് ഓൾറെഡി ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ടാണ് അതിനെപ്പറ്റി ഞാൻ പിന്നെയും ഒരുപാട് വിസ്തരിക്കേണ്ടിരുന്നത്. ഇതിപ്പോൾ ഒരു വളരെ റോ ആയിട്ടുള്ളൊരു കമ്പാരിസണാണ്. നിങ്ങൾക്ക് എന്താണ് വേണ്ടത് അത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. എനിവേ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ഒക്കെ ചെയ്തേക്കാം. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ ആൻഡ് ഗുഡ് ബൈ.